Children, let's continue with our chapter Continents and Oceans. Today we will discuss about Indian Ocean, the Antarctic Ocean and the Arctic Ocean. Please listen the text. The Indian Ocean. Observe figure 6.4. Third in size. This ocean has the distinction of being an ocean named after a country. The Arabian Sea and the Bay of Bengal are parts of the Indian Ocean. The Indian Ocean is the third largest ocean. It is named after India. The Arabian Sea and the Bay of Bengal are the parts of the Indian Ocean. അതായത് വലിപ്പത്തിൻ്റെ കാര്യത്തിൽ മൂന്നാം സ്ഥാനമാണ് ഇന്ത്യൻ ഓഷ്യനുള്ളത്. ഇതൊരു രാജ്യത്തിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്, ഇന്ത്യയുടെ പേരിൽ. നമ്മുടെ രാജ്യത്തിൻ്റെ പേരിലാണ് ഈ ഓഷ്യൻ അറിയപ്പെടുന്നത്. അറബിക്കടലും ബംഗാൾ ഉൾക്കടലും, ബേ ഓഫ് ബംഗാൾ, രണ്ടും ഈ ഇന്ത്യൻ ഓഷ്യൻ്റെ ഭാഗങ്ങളാണ്. ഐഡൻറ്റിഫൈ the continents situated to the north of the Indian Ocean from figure 6.4. ഏഷ്യ, നോർത്ത്, ഇന്ത്യൻ ഓഷ്യൻ്റെ നോർത്തിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന കോണ്ടിനെൻ്റ് ആണെന്ന ചോദ്യം. ഏഷ്യ ഈസ് സിറ്റുവേറ്റഡ് ടു ദ നോർത്ത് ഓഫ് ദി ഇന്ത്യൻ ഓഷ്യൻ. ദെൻ ദ കോറൽ റീഫ്സ്. കോറൽ റീഫ്സ് എന്ന് പറഞ്ഞാൽ പവിഴപ്പുറ്റുകൾ എന്നർത്ഥം. Then coral reefs are an important feature of the Indian Ocean. Corals are formed by the accumulation of calcium compounds secreted by the tiny marine organisms called coral polyps found in tropical oceans. Lakshadweep Islands are formed of these accumulated coral polyps. Coral reefs means പവിഴപ്പുറ്റുകൾ. ദെൻ അക്യൂമുലേഷൻ എന്ന് പറഞ്ഞാൽ അടിഞ്ഞുകൂടുക എന്നർത്ഥം. കാൽസ്യം കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ കാൽസ്യം സംയുക്തം. സിക്രീറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിക്രീറ്റഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശരീരം. ടൈനി മറൈൻ ഓർഗാനിസം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സമുദ്രജീവിയാണ് എന്ത്? കോറൽസ്. ഈ കോറൽസിൻ്റെ ശരീരത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന, സിക്രേറ്റ് എന്ന് പറഞ്ഞാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാൽസ്യം സംയുക്തം അടിഞ്ഞുകൂടിയാണ് എന്ത്? കോറൽ പോളിപ്സ് അഥവാ പവിഴപ്പുറ്റുകൾ ഉണ്ടാകുന്നത്. ഇത് സാധാരണ കാണപ്പെടുന്നത് ട്രോപ്പിക്കൽ ഓഷ്യൻസ് ആണ്. ഉഷ്ണമേഖലാ പ്രദേശത്തെ സമുദ്രങ്ങളിലാണ് ഇവ കാണപ്പെടുന്നത്. ലക്ഷദ്വീപ് ഐലൻഡ്സ് ആർ ഫോംഡ് ഓഫ് ദീസ് അക്യൂമുലേറ്റഡ് കോറൽ പോളിപ്സ്. ലക്ഷദ്വീപ് ഐലൻഡ്സിൽ ധാരാളം ഈ പവിഴപ്പുറ്റുകൾ കാണാൻ സാധിക്കും. ഒബ്സർവ് ഫിഗർ 6.4 ആൻഡ് ലിസ്റ്റ് ഔട്ട് ദ കോണ്ടിനെന്റ്സ് ബോർഡറിംഗ് ദ ഇന്ത്യൻ ഓഷ്യൻ. അതായത് ഈ പിക്ചർ നോക്കിയിട്ട് ഇന്ത്യൻ ഓഷ്യൻ്റെ ബോർഡറിലുള്ള കോണ്ടിനെൻസുകൾ ഏതൊക്കെയാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ആഫ്രിക്ക, ഏഷ്യ, ഓസ്ട്രേലിയ. ഉണ്ടോ? ഇന്ത്യൻ ഓഷ്യൻ്റെ ബോർഡറിലുള്ള ഇന്ത്യൻ ഓഷ്യനുമായിട്ട് അതിർത്തി പങ്കിടുന്ന കോണ്ടിനെൻറ്റുകളാണ് ഓസ്ട്രേലിയ, ഏഷ്യ, ആഫ്രിക്ക. Next, the Antarctic Ocean. The ocean bordering Antarctica is known as the Antarctic Ocean. Since the region experiences severe cold, the surface of this ocean is almost entirely frozen. It is believed that the ocean bed is rich in minerals. Many varieties of fish are also present in this ocean. Antarctic Ocean is the ocean which is situated on the border of Antarctica. Because this area is very cold, the ocean surface is almost frozen with ice. Scientists believe that the bed of the ocean have plenty of minerals. Various types of fishes are also in this ocean.
ഈ ഫ്രോസൺ എന്ന് പറഞ്ഞാൽ മഞ്ഞ് ഉറഞ്ഞു കിടക്കുക, അതായത് ഈ സമുദ്രത്തിൻ്റെ മേൽഭാഗം മഞ്ഞ് പോലെ ഉറഞ്ഞ് കിടക്കുകയാണ്. കാരണം അത്രമാത്രം തണുപ്പുള്ള റീജിയനാണിത്. ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് ദ ഓഷ്യൻ ബെഡ് എന്ന് പറഞ്ഞാൽ ഈ സമുദ്രത്തിൻ്റെ അടിത്തട്ട് ധാരാളം മിനറൽസ് പറഞ്ഞാൽ ധാതുക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ് കരുതപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സമുദ്രത്തിൻ്റെ അടിയിൽ നിന്ന് എന്താണ് മിനറൽസ് ഖനനം ചെയ്തെടുക്കുന്നുണ്ട്, മൈൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓഷ്യൻ ബെഡും ധാരാളം മിനറൽസ് നിറഞ്ഞതാണ്. മെനി വെറൈറ്റീസ് ഓഫ് ഫിഷസ്, പല തരത്തിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള മത്സ്യങ്ങളും ഈ സമുദ്രത്തിൽ കാണപ്പെടുന്നു. സിവിയർ മീൻസ് കോൾഡ് പറഞ്ഞാൽ കഠിനമായ തണുപ്പെന്നർത്ഥം. Then next, the Arctic Ocean. The Arctic Ocean, the ocean that encircles the North Pole is the Arctic Ocean. It remains frozen for over 6 months a year. Locate the Antarctic and Arctic Oceans with the help of a world map and globe. The ocean which is on the North Pole is known as Arctic Ocean. അതായത് ഇന്ത്യയുടെ ഗ്ലോബ് അല്ലെങ്കിൽ ഇന്ത്യയുടെ മാപ്പ് അല്ലെങ്കിൽ ഗ്ലോബ് നോക്കി നിങ്ങൾക്ക് മനസ്സിലാകും. ഏറ്റവും നോർത്തിലായിട്ട് കാണപ്പെടുന്ന ഓഷ്യനാണ് ആർട്ടിക് ഓഷ്യൻ. This Arctic Ocean is entirely remains frozen for 6 months in an year. അതായത് വർഷത്തിൽ ഏകദേശം 6 മാസത്തോളം ഇത് മഞ്ഞുറഞ്ഞ് തന്നെ, അതായത് ഈ വെള്ളം ഉറച്ച് തന്നെ മഞ്ഞുറഞ്ഞ് കിടക്കുന്ന ഒരു സമുദ്രമാണ്. യൂസിങ് ഗ്ലോബ് ആൻഡ് വേൾഡ് മാപ്പ് ഫൈൻഡ് ഔട്ട് ദ ആർട്ടിക് ആൻഡ് അന്റാർട്ടിക് ഓഷ്യൻസ്. മാപ്പ് നിങ്ങളൊന്ന് നോക്കിക്കോ. ഗ്ലോബിൽ ആർട്ടിക് ഓഷ്യന് ഈ നോർത്ത് പോളിനോട് ചേർന്ന് ഇവിടെയാണ് കാണുന്നത്. അന്റാർട്ടിക് ഓഷ്യന് താഴെയാണ് കാണുന്നത്, സൗത്ത് പോളിനോട് ചേർന്നിട്ടുണ്ട്. അന്റാർട്ടിക്ക കോണ്ടിനെൻറ്റിനോട് ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ് അന്റാർട്ടിക് ഓഷ്യൻ. ഇവിടെ നോർത്ത് പോളിലായിട്ടാണ് ആർട്ടിക് റീജിയനിലാണ് ആർട്ടിക് ഓഷ്യൻ ഉള്ളത്. Hope all of you understood it. Thank you.